അവർക്ക് ഞങ്ങൾക്ക് രാത്രിയെന്നോ പകലോ എന്നോ ഇല്ലാത്ത രീതിയിലാണ്. കാരണം ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അർദ്ധരാത്രി കിടക്കാൻ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇന്നത് ചെയ്യണം പറയുമ്പോൾ നമ്മൾ സത്യസന്ധമായി ഉറങ്ങാതെയും ഇരുന്ന് രാത്രി വർക്ക് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം നമുക്ക് രാവിലെ ആ പേപ്പറുകൾ കൊടുക്കാൻ പറ്റുന്നത്. ഇന്ന് കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും എല്ലാവരുടെ കാര്യം വെച്ച് നോക്കിയാൽ തന്നെ ആശമാരുടെ സാന്നിധ്യം തന്നെയാണ് കൂടുതൽ. നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ. നമ്മൾ നാടുനീളെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കൊടുത്താലും അവരുടെ ഭാഗത്തു നിന്നുള്ള തുച്ഛമായ കാര്യങ്ങളും ആവശ്യമില്ലാത്ത അർഹിക്കാത്ത കാര്യങ്ങൾക്കുള്ള ചീത്തകേൾക്കൾ നമുക്ക് ദിവസം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 100 ദിവസം എത്ര കഷ്ടപ്പാടുകൾ ചെയ്തിട്ടാണ് ഒരാശാ വർക്കർമാർ തിരുവനന്തപുരത്ത് പട്ടിണി കിടന്നിട്ടും ഉപരാധം ഇതാക്കിയിട്ടും എല്ലാം കൊണ്ട് നടന്നിട്ടും സർക്കാരിൻ്റെ മുന്നിൽ നിന്നിട്ട് സർക്കാർ കണ്ണ് തുറക്കില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അവരുടെ എല്ലാ ആവശ്യങ്ങളും അവർ വളരെ കൃത്യമായ രീതിയിലൊന്നല്ല, അവർക്ക് അനാർഭാടമായിട്ടുള്ള ചെലവുകൾ അവർ ചെയ്യുന്നുണ്ട്. പെൻഷൻകാരുടെ പെൻഷൻ ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കണ്ടേ എന്നാണ് പറയുന്നത്. പക്ഷേ പെൻഷൻകാർ മാത്രം പോരല്ലോ, ഞങ്ങളെ പോലെയുള്ളവർക്കും ജീവിക്കണ്ടേ. ഈ പരിപാടിയിൽ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ മായാണ്ടി സാർ അവരുകളെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.